Hi everyone, GYMAT 201 Module 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Module 4ൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഗ്രീൻസ് തിയറം, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ദെൻ സർഫസ് ഇൻ്റഗ്രൽ ഓവർ സർഫസസ് ഓഫ് ദ ഫോം Z equal to G of XY. ദെൻ ഫ്ലക്സ് ഇൻ്റഗ്രൽസ് ഓവർ സർഫസസ് ഓഫ് ദ ഫോം Z equal to G of XY. ഡൈവേർജൻസ് തിയറം ഉണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്റ്റോക്സ് തിയറം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പിക്സ്. അതിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഗ്രീൻസ് തിയറം എന്താണെന്ന് നോക്കാം. ഗ്രീൻസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ലൈൻ ഇൻ്റഗ്രൽസ് യൂസ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ റീജിയൻ്റെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രീൻസ് തിയറം എന്താണെന്ന് നോക്കാം. ലെറ്റ് R be a simply connected plane region whose boundary is simple closed piecewise smooth curve C oriented counterclockwise if f of xy and g of xy are continuous and have continuous first partial derivatives on some open set containing R, then integral over C f of xy dx plus g of xy dy equal to double integral over R dou g by dou x minus dou f by dou y d. So Green's theorem യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇന്റഗ്രൽ ഓവർ f of xy dx plus g of xy dy equal to double integral over R dou g by dou x minus dou f by dou y into dA. Okay, dou f by dou y d. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഗ്രീൻസ് തിയറം സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം, അതുപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. യൂസിങ് ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ അലോങ് ദ ട്രയാങ്കുലർ പാത്ത്. ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കുലർ പാത്തിലുള്ള ഇന്റഗ്രൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോക്കാം, ഗ്രീൻസ് തിയറം എന്താ പറഞ്ഞിരുന്നത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കോമ വൈ ഡി വൈ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി. ഇതാണ് നമ്മൾ ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇന്റഗ്രൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കമ്പയർ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റനായിട്ട് കമ്പയർ ചെയ്താൽ എഫ് ഓഫ് എക്സ് വൈയുടെ പ്ലേസിൽ ആരാണ്? അതായത് ഡി എക്സിന്റെ ടേം വന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? എക്സ് സ്ക്വയർ വൈ ആണ്. അതുപോലെ ജി ഓഫ് എക്സ് വൈ എന്താണ്? ഡി വൈയുടെ ടേം നോക്കാം. ഡി വൈയുടെ ടേം ഇവിടെ എന്താണ്? എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇന്റഗ്രൽ ഓവർ സി, നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ അല്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും അപ്ലൈ ചെയ്ത് എഴുതി. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് വൈ നിങ്ങൾക്ക് അറിയാം, എഫ് ഓഫ് എക്സ് വൈ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഡോ ജി ബൈ ഡോ എക്സ് വേണം, ഡോ എഫ് ബൈ ഡോ വൈ വേണം. ഓക്കെ, ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ജി ബൈ ഡോ എക്സ്. ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ജി എ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ജി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിനെ എക്സ് വെച്ച് പാർഷ്യലി ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ 1 ആണ് വരിക അല്ലേ? അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേമും കൂടെ ഉണ്ട്, എക്സിന്റെ ടേമും കൂടെ ഉണ്ട്. അപ്പോൾ അതിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താം. സോ എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്ന് വരും, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞത് എക്സ് സ്ക്വയർ എന്ന് വരും. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. അപ്പൊ നമ്മുടെ റീജിയൻ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്ന് പറഞ്ഞാൽ ഇനി അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. നോക്കി, നമുക്ക് തന്നേക്കുന്ന റീജിയൻ എന്താ? ട്രയാങ്കുലർ പാത്താ പറഞ്ഞത്. ഒറിജിൻ ഇത് 1, ഇത് 1, 2 എന്നുള്ള പോയിന്റ്, ദെൻ ഒറിജിനിലേക്ക്. ഓക്കെ, ഇതാണ് അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാന്നുള്ള ഡയറക്ഷനും തന്നിട്ടുണ്ട് അല്ലെ? ഇങ്ങനെയാണ് ഡയറക്ഷൻ. അപ്പോൾ ഇതിന്റെ ചേഞ്ച് എങ്ങനെ എഴുതേണ്ടത്? ഇന്റഗ്രൽ വാല്യൂ എങ്ങനെ എഴുതണം? അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഈ ഡി എക്ക് പകരം നമ്മൾ എന്താ എഴുതണം? ഡി എന്ന് പറഞ്ഞാൽ ഡി വൈ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഡി വൈ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പം നമ്മൾ ഡോ ജി ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കൊടുത്തു. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ വൈയുടെ ചേഞ്ച് നമുക്കറിയണം, എക്സിന്റെ ചേഞ്ച് അറിയണം. വൈ ചേഞ്ച് ചെയ്യുന്ന എവിടെ നോക്കി? ഇത് 0, 0 ആണ് ഒറിജിൻ. ഇത് പോയിന്റ് എന്താണ്? എക്സ് ആക്സിസ് ആണ്. സോ 1, 0 ആണ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വൈയുടെ ചേഞ്ച് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഗർ നോക്കാം. നമ്മുടെ ലിമിറ്റ് അറിയണം. ലിമിറ്റ് അറിയണമെങ്കിൽ നോക്കാം,
നമുക്ക് ഈ 0 എന്നുള്ള പോയിന്റും 1 2 എന്നുള്ള പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ കാണണം. അതിനുവേണ്ടി നമ്മൾ എഴുതാണ് ഇക്വേഷൻ രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ 2 പോയിന്റ് ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x1 y1 എന്ന് പറഞ്ഞാൽ 0 0, x2 y2 എന്നത് 1 2. സോ ഇവിടെ കൊടുത്താൽ x മൈനസ് 0 ബൈ 1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 മൈനസ് 0 ദാറ്റ് ഈസ് x ഈക്വൽ ടു y ബൈ 2 വരും. അല്ലെങ്കിൽ 2x ഈക്വൽ ടു y ഈക്വൽ ടു 2x എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, y ഈക്വൽ ടു 2x. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്തപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ എന്താ, y ഈക്വൽ ടു 2x എന്നുള്ള ലൈൻ കിട്ടി. നമുക്ക് നമ്മുടെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് നിർത്തിയിരുന്നത്, എക്സ് സ്ക്വയർ y dx പ്ലസ് x dy ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r 1 മൈനസ് എക്സ് സ്ക്വയർ dy dx എന്നാണ് എഴുതി നിർത്തിയിരിക്കുന്നത് അല്ലേ. നമുക്ക് ഈ ആറിൻ്റെ റേഞ്ച് ലിമിറ്റ് അറിയാം. ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാണെന്ന് നമുക്കറിയണം. അപ്പോൾ ഇവിടെ dy dx ആദ്യം വൈയുടെ ലിമിറ്റ് നോക്കാം. y ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. y 0 തൊട്ട് ഇവിടെ 1 0 എന്നുള്ള പോയിന്റ്, ഇത് 1 2 എന്നുള്ള പോയിന്റ്. y ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. വൈയുടെ ചേഞ്ച് നമ്മളിവിടെ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കി മനസ്സിലാക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കാം. അപ്പോൾ 0 0 നിന്ന് ഇവിടെ പോയിന്റ് ഏതിലേക്കാണ് പോകുന്നത്, 1 2 എൻ്റെ ചെയ്തത് അല്ലേ. അപ്പർ ടോപ്പിൽ നിൽക്കുന്ന ആ കർവ് വേണം നമുക്ക് എടുക്കാൻ. എക്സിൻ്റെ ചേഞ്ച് എങ്ങനെയാണ്, എക്സ് ചേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ 0 തൊട്ട് x ഈക്വൽ ടു 1 വരെയാണ് മാക്സിമം വന്നേക്കുന്നത്. x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ എഴുതാൻ വേണ്ടി. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r എന്നുള്ളതിന് 1 മൈനസ് എക്സ് സ്ക്വയർ dy dx. ഇനി y ഈക്വൽ ടു 0 തൊട്ട് y ഈക്വൽ ടു 2 വരെയാണ് ചേഞ്ച് വന്നേക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഇതേ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്, ഈ ലൈൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലെ. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് y ഈക്വൽ ടു 2x. അപ്പോൾ വൈയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം, നമ്മൾ 2x എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ വാല്യൂ എങ്ങനെ എഴുതണം, 0 തൊട്ട് എക്സ് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് എവിടെ തൊട്ട് 0 തൊട്ട് 2x വരെ, അങ്ങനെ എഴുതണം. 0 തൊട്ട് 2x വരെ. അടുത്ത എക്സിൻ്റെ ചേഞ്ച് എങ്ങനെയാണ്, എക്സിൻ്റെ ചേഞ്ച് 0 തൊട്ട് 1 വരെയാണ് അല്ലേ. അപ്പോൾ അതങ്ങനെ തന്നെ 0 തൊട്ട് 1 വരെ. അപ്പോൾ ഇവിടെ 0 ടു y എന്ന് എഴുതരുത്, വൈയുടെ പ്ലേസിൽ നമ്മൾ എന്ത് എഴുതണം, y ഈക്വൽ ടു 2x എന്നുള്ള ടേംസിൽ എഴുതാം. കാരണം y ഈക്വൽ ടു 2x ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്ത് എഴുതി. സോ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഡബിൾ ഇൻ്റഗ്രൽ ആണ്. ആദ്യം ഇൻസൈഡിലുള്ള ഇൻ്റഗ്രൽ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു dy ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ dy വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സിൻ്റെ എക്സിൻ്റെ ടേമിനെ എങ്ങനെ എത്തണം, കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. സോ ഇൻ്റഗ്രൽ 0 ടു 1 അതങ്ങനെ തന്നെ നിർത്തി. അകത്തെ ഈ ആദ്യത്തെ ഇൻ്റഗ്രലാണ് ചെയ്യാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ 1 മൈനസ് എക്സ് സ്ക്വയറിന് അങ്ങനെ തന്നെ നിർത്തി. പിന്നെ ഇവിടെ വരുന്നത് ഇൻ്റഗ്രൽ 0 ടു 2x 1 dy dx എന്നായിരിക്കും അല്ലേ. അപ്പോൾ 1 dy എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, y ആണ്. സോ yക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അതായത് 0 2x, പിന്നെ ഈ dx കളയരുത്, dx കൂടെ എഴുതും. ഓക്കെ, നൗ ഇൻ്റഗ്രൽ 0 ടു 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ അടുത്ത ഇൻ്റഗ്രേഷൻ ചെയ്യണ വരെ ഇതിങ്ങനെ എഴുതി പോകണം. ഓക്കെ, ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ അപ്പർ ലിമിറ്റ് ഇവിടെ 2x ആണ്. അപ്പോൾ വൈയുടെ പ്ലേസിൽ 2x കൊടുക്കുക. 2x അപ്പർ ലിമിറ്റ് കൊടുത്തു. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ലോവർ ലിമിറ്റ് ഇവിടെ 0 ആണ്. സോ വൈയുടെ പ്ലേസിൽ 0 കൊടുത്താൽ മൈനസ് 0, ദെൻ dx. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ 0 ടു 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x എന്ന് വരും ഇവിടെ. അപ്പോൾ മൊത്തം എക്സിൻ്റെ ടേംസിലായി നമുക്ക്. ഇനി ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ്ലി എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ, നമുക്ക് ഈ 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ അതിന് ഔട്ട് സൈഡ് എടുക്കാം. എന്നിട്ട് എക്സ് വെച്ച് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു 1 മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 1 ദാറ്റ് ഈസ് എക്സ്, ആദ്യത്തെ ടൈം എക്സ് വരും.
ദെൻ മൈനസ് അടുത്ത രണ്ടാമത്തെ ടേം എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് എന്ന് വരും. മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ്. ഇനി ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. ഇൻ്റഗ്രൽ സാധാ ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രൽ എക്സ് അതുപോലെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് വരും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. സോ ഔട്ട് സൈഡ് ഒരു 2 ഉണ്ട്, രണ്ടിനും കോമൺ ആണ്. സോ കോമൺ ബ്രാക്കറ്റ് ഇട്ടു. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ് അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. സോ നമുക്കിവിടെ എക്സ് മാത്രമാണുള്ളത്, എക്സ് പവർ 1 വന്നേക്കുന്നത്. അപ്പോൾ 1 പ്ലസ് 1 2 വരും. ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യണം, എൻ പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും ഇവിടെ. മൈനസ് അടുത്തത് എക്സ് ക്യൂബിൻ്റേത് പവർ ഒന്ന് കൂടണം അല്ലേ. എക്സ് റേസ് ടു 4 ബൈ 4 ആണ്. ഇനി ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1 ബൈ 2 ദെൻ മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് ആദ്യം എല്ലാ ടേമിനും കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ലോവർ ലിമിറ്റ് കൊടുക്കാൻ. ഇവിടെ അപ്പർ ലിമിറ്റ് വീണ്ടും കൊടുക്കുക. എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുത്താൽ 1 ബൈ 4. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഇനി മൈനസ് കൊടുത്തിട്ട് ലോവർ ലിമിറ്റ് ഓരോ ടേമിനും കൊടുക്കുക. ലോവർ ലിമിറ്റ് 0 ആണ്. സോ എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയിപ്പോയി. അടുത്ത ടേമിലും എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ 0 ബൈ 4 വരും, അതും 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് 1 ബൈ 2 മൈനസ് 1 ബൈ 4. 1 ബൈ 2 മൈനസ് 1 ബൈ 4ൻ്റെ വാല്യൂ എന്താ? 1 ബൈ 2 മൈനസ് 1 ബൈ 4 എന്താ? ഹാഫിന്ന് 1 ബൈ 4 പോയി കഴിഞ്ഞാൽ 1 ബൈ 4 വരും. പിന്നെ ഇവിടെ 0 ആണ്. സോ 1 ബൈ 4 ഇൻറ്റു 2 വരും. ദാറ്റ് ഈസ് 2ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ട് 1 ബൈ 2 എന്ന് ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേരിഫിക്കേഷനും ചോദിക്കാം. വേരിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ സോൾവ് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തിട്ട് രണ്ടും ഒരേ വാല്യൂ തന്നെ കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം. LHS ഈക്വൽ ടു RHS എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യേണ്ടി വരും. അതാണ് വേരിഫിക്കേഷൻ. ഇപ്പോൾ വേരിഫിക്കേഷന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഓരോ കർവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതായത് എലോങ് ഇപ്പോൾ പേര് കൊടുക്കുകയാണെങ്കിൽ ABC, എലോങ് ABBCCA, ഈ 3 റീജിയനിലും അല്ലെങ്കിൽ 3 കർവിലൂടെയുള്ള ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് ഈ 1/2 തന്നെ കിട്ടുന്ന പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് വേരിഫിക്കേഷന് ചോദിച്ചാൽ ചെയ്യേണ്ടത്. ലൈൻ ഇൻ്റഗ്രൽസ് അറൗണ്ട് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് ക്ലോസ്ഡ് ഇൻ്റർവൽ ഓവർ C f of x, y dx plus g of x, y dy equal to double integral over R dou g by dou x minus dou f by dou y dy. ഓക്കെ, അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽസ് അറൗണ്ട് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ്. നമ്മുടെ കർവ് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ അതിലുള്ള ലൈൻ ഇൻ്റഗ്രൽ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R dou g by dou x minus dou f by dou y into dA. നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Find the work done by using Green's theorem. Find the work done by the force field f of xy equal to e raised to x minus y cube I plus cos y plus x cube j on a particle that travels once around the unit circle x square plus 1 equal to 1 in the counter clockwise direction. ഇപ്പോൾ വർക്ക് ഡൺ കാണാൻ നമുക്ക് തൊട്ട് മുമ്പേ പറഞ്ഞ അതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഫീൽഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C f ഡോട്ട് dr ആണ്. ലൈൻ ഇൻ്റഗ്രൽ അറൗണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ലൈൻ ഇൻ്റഗ്രൽ കാണാനുള്ള ഇക്വേഷൻ ആണ്. സോ ഇവിടെ f of xy യും g of xy എന്നത് നമ്മുടെ ഗിവൺ ഫംഗ്ഷനിൽ നിന്ന് എടുത്തെഴുതുക. അവിടെ ഗിവൺ ഫംഗ്ഷനിലെ f of xy എന്നത് e raised to x minus y cube, അതുപോലെ g of xy എന്നത് cos y plus x cube ആണ്. W എന്നാണ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഫീൽഡ്, ദാറ്റ് ഈസ് f ഡോട്ട് dr ആണ് ഇക്വേഷൻ. That is equal to, that is equivalent as closed interval over C f of എന്തായാലും ഇക്വേഷൻ പറഞ്ഞ f of x, y dx plus g of x, y dy ഇതായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ f of xy അറിയാം, g of xy അറിയാം, അത് രണ്ട് വാല്യൂ ഇവിടെ കൊടുക്കാം. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറഞ്ഞാൽ ഡോ ജി ബൈ ഡോ എക്സ് അല്ലേ, ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. വാല്യൂസ് കൊടുത്താൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജി ഓഫ് എക്സ് എന്നത് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ആണ്. സോ ഡോ ജി ബൈ ഡോ എക്സ് എന്തായിരിക്കും, ജി എ
വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ കോസ് വൈ എന്നുള്ള ടൈമാണ് ഇവിടെ, വൈയുടെ ടൈമാണ്, അത് കോൺസ്റ്റന്റ് ആണ്, അവിടെ 0 വരും. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്നതുകൊണ്ട് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² വരും. സോ ഡോ ജി ബൈ ഡോ എക്സ് എന്നത് 3x². സോ 3x² മൈനസ് എഫ് എന്നത് എന്തായിരുന്നു? എഫ് എന്നത് e raised to x minus y cube. തന്നിരിക്കുന്ന ഫംഗ്ഷനെ നോക്കിയിട്ട് എഴുതാം. e raised to x minus y cube. e raised to x minus y cube. ഇനി നമ്മൾ ഡോ എഫ് ബൈ ഡോ വൈ ആണ് അവിടെ കാണേണ്ടത്. ഡോ എഫ് ബൈ ഡോ വൈ, വൈ വെച്ചാണ് പാർഷ്യലി ഡെറിവേറ്റീവ് കാണേണ്ടത്. സോ ഇ റേസ് ടു എക്സ് എന്നുള്ള ടൈമാണ്. വൈ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വയ്ക്കുക. ഇ റേസ് ടു എക്സിന്റെ ടൈം അവിടെ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ അത് 0 ആയിട്ട് മാറും. ഓക്കെ, ദെൻ മൈനസ് വൈ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെറിവേറ്റീവ് എടുത്താൽ 3y² എന്ന് വരും. സോ മൈനസ് 3y². നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 3y² വരും. മൈനസ് 3y² dA, 3x² പ്ലസ് 3y² dA എന്ന് വരും. ഓക്കെ, ഇതിൽ നിന്ന് എനിക്കൊരു 3 കോമൺ എടുക്കാമല്ലോ. 3 ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ കോമൺ എടുത്താൽ x² പ്ലസ് y² dA എന്ന് വരും. ഓക്കെ ഓക്കെ, അപ്പോൾ x² പ്ലസ് y² പകരം നമുക്ക് r² എന്ന് കൊടുക്കാം. അതുപോലെ 3 ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ r² ഇൻറ്റു, ഇനി ഈ dx dy പകരം dx dy എന്ന് പറയുന്നതിന് പകരം പോളാർ കോർഡിനേറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുന്നത് dr ഇൻറ്റു r d തീറ്റ എന്നാണ്. ഓക്കെ, dr ഇൻറ്റു r d തീറ്റ, ദാറ്റ് ഈസ് r ഇൻറ്റു dr ഇൻറ്റു d തീറ്റ എന്ന് വേണം കൊടുക്കാം. അപ്പോൾ dx dy പകരം r ഇൻറ്റു dr d തീറ്റ എന്ന് വേണം കൊടുക്കാം. ഓക്കെ, കാരണം നമ്മൾ കാർട്ടീഷ്യൻ ഫോം ആകുമ്പോഴത്തേക്കും dx ഇൻറ്റു dy എന്നുള്ള ഫോം പറയും. അത് പോളാർ കോർഡിനേറ്റ് ആകുമ്പോഴത്തേക്കും ഒരു കർവ്ഡ് സെക്ടറാണ് അവിടെ വരിക. അതായത് ഒരു സൈഡ് നമ്മൾ dr-ഉം രണ്ടാമത്തെ സൈഡിൽ നിന്ന് ആർക്ക് ലെങ്ത് ഫോമിലാണ് എടുക്കുന്നത്. അതായത് ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ r ഇൻറ്റു d തീറ്റ എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞത് r ഇൻറ്റു d തീറ്റ എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. സോ ഇവിടെ ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് dx dyക്ക് ഈക്വലൻ്റ് ആയിട്ട് r ഇൻറ്റു dr ഇൻറ്റു r d തീറ്റ എന്നുള്ള ഫോമിലാണ് വരിക. സോ ആറിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതി, ദാറ്റ് ഈസ് r ഇൻറ്റു dr d തീറ്റ എന്ന്. സോ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ dx dyക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതുന്ന വാല്യൂ എത്രയാണ്? r ഇൻറ്റു dr ഇൻറ്റു d തീറ്റ. മറന്ന പോലെ ഇപ്പോൾ ഏത് ഡബിൾ ഇൻറ്റഗ്രൽ കാണാനാണെങ്കിലും dx dy എന്നുള്ളത് പോളാർ കോർഡിനേറ്റ് കൺവേർട്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ r dr d തീറ്റ എന്നുള്ള ഫോമിൽ കൊടുക്കണം. നമ്മൾ പറഞ്ഞിരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² പ്ലസ് y² ഈക്വൽ ടു r² എന്നുള്ള സർക്കിളാണ് പറഞ്ഞത്. അതിൻ്റെ റേഡിയസ് എവിടെ തൊട്ട് എവിടെ വരെ ചേഞ്ച് ചെയ്യുന്നത്? 0 തൊട്ട് 1 വരെയാണ് അല്ലേ. ഈക്വൽ ടു 1 എന്നുള്ളതായിരുന്നു നമ്മുടെ സർക്കിൾ, തന്നിരിക്കുന്ന സർക്കിൾ. അപ്പോൾ അതിൻ്റെ റേഡിയസ് 1 വരെയാണ് മാക്സിമം വരിക, 0 തൊട്ട് 1 വരെ. അപ്പോൾ റേഡിയസ് ചേഞ്ച് ചെയ്യുന്നത് 0 to 1. ദെൻ അടുത്ത ഇത് തീറ്റ അല്ലേ. തീറ്റയുടെ ചേഞ്ച് വരേണ്ടത് എങ്ങനെയാണ്? സർക്കുലർ പോർഷൻ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 0 തൊട്ട് തിരിച്ച് 2π വരെ, റൊട്ടേഷൻ തന്നത് 0 തൊട്ട് 2π വരെ. അപ്പോൾ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത്, തീറ്റ ചേഞ്ച് ചെയ്യുന്നത് 0 to 2π. റേഡിയസ് എന്നത് ഒറിജിനിൽ നിന്ന് ഈ ഒരു ലെങ്ത് ആണ് മൂവ്മെന്റ് അല്ലേ, ഈ ഒരു ലെങ്ത്തിലാണ് ചേഞ്ച് ചെയ്യുന്ന റേഡിയസ്. അപ്പോൾ 0 തൊട്ട് 1 വരെ. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ ആറിൻ്റെ ടൈംസിൽ മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ ലിമിറ്റുകൾ കൊടുക്കുക. ആറിൻ്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട് 1 വരെ, തീറ്റയുടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട് 2π വരെ. ഓക്കെ, ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 3 ടൈംസ് ഇൻ്റഗ്രൽ, ആദ്യം ഏത് ഇൻ്റഗ്രൽ കാണണം? എഴുതിയിരിക്കുന്ന ആദ്യം r ആണ്. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു r നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to 2π ഔട്ട് സൈഡ് ഇടുക. 0 to 1, ഇത് r³ dr d തീറ്റ എന്നല്ല വരിക. ഇറ്റ് ഇസ് r³ dr d തീറ്റ ഒന്നുകൂടെ എഴുതാം. ഇൻ്റഗ്രൽ 0 to 1 r³ dr, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ d തീറ്റ ഔട്ട് സൈഡ് എഴുതുക. ഇറ്റ് ഇസ് 3 ടൈംസ് ഇൻ്റഗ്രൽ 0 to 2π r³ dr. അതായത് വിത്ത് റെസ്പെക്ട് ടു r ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ r³ ഇൻ്റഗ്രൽ എന്താണ്? r raised to 4/4 ആണ് അല്ലേ. ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്ന് പറയുന്നത് x raised to n+1/n+1 ആണ്. സോ അത് യൂസ് ചെയ്താൽ r raised to 4/4 വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം, 0 to 1 കൊടുക്കണം. ദെൻ d തീറ്റ. ഓക്കെ, ദെൻ 3 ടൈംസ് ഇൻ്റഗ്രൽ 0 to 2π. ഇത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ആറിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക, ദെൻ 0 കൊടുക്കുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ആറിൻ്റെ പ്ലേസിൽ 1 കൊടുത്താൽ 1/4 മൈനസ് ആറിൻ്റെ പ്ലേസിൽ 0 കൊടുത്താൽ 0. ദെൻ d തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഇൻ്റഗ്രൽ 0 to 2π
1/4 എന്ന് വരും. 1/4 d തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് 1/4 d തീറ്റ. അതിന് 1/4 കോൺസ്റ്റന്റ് ആണ്. ഔട്ട് സൈഡ് എടുത്താൽ 3/4 എന്ന് എഴുതാം. 3/4 ഇന്റഗ്രൽ 0 to 2π d തീറ്റ എന്ന് വരും. ശരിയല്ലേ? d തീറ്റ എന്ന് പറഞ്ഞാൽ 1 d തീറ്റ എന്ന് പറയാം. അപ്പോൾ 1 d തീറ്റയുടെ വാല്യൂ തീറ്റയാണ്. സോ 3/4 തീറ്റ എന്ന് വരും. തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 3/4 ഔട്ട് സൈഡ് ഉണ്ട്. 3/4 ഔട്ട് സൈഡ് ഉണ്ട്. അപ്പർ ലിമിറ്റ് 2πയും ലോവർ ലിമിറ്റ് 0യും. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 2π, ലോവർ ലിമിറ്റ് കൊടുത്താൽ 0. അപ്പോൾ 2π - 0 വരും. ബ്രാക്കറ്റിനകത്ത് 2π - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 2π എന്ന് വരും. 2 4 ക്യാൻസൽ ചെയ്തിട്ട് ഇത് 2. ദെൻ വരണത് 3/2π എന്ന ആൻസർ വരും. 3/2π. ഒരു ക്ലോസ്ഡ് റീജിയൻ ആണെങ്കിൽ നമുക്ക് ഈ ലൈൻ ഇന്റഗ്രൽ കാണാനുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് a ഈക്വൽ ടു ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ, അതല്ലെങ്കിൽ മൈനസ് ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ്, അതല്ലെങ്കിൽ 1/2 ഈക്വൽ ടു ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. ഈ ഒരു ഫോർമാറ്റിലുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. യൂസിങ് എ ലൈൻ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x² + y² / b² ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എലിപ്സിന്റെ അകത്തുള്ള ഈ പറഞ്ഞിരിക്കുന്ന എലിപ്സിനകത്തുള്ള ഏരിയ എത്രയാണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ഫോം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഏരിയ ഈക്വൽ ടു ഇവിടെ എക്സും വൈയും കോർഡിനേറ്റ്സ് ആണ്. നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത് ആദ്യം പറഞ്ഞ ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1/2 ഇൻറ്റു ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത് ഇതാണ്. x² / a² + y² / b² ഈക്വൽ ടു 1. ഇതിന്റെ പാരാമെട്രിക് ഫോം എഴുതുക. സോ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ഈക്വൽ ടു ഇവിടെ x² / a² എന്നല്ല പറ്റും. സോ എക്സ് ഈക്വൽ ടു a cos തീറ്റ ആൻഡ് y ഈക്വൽ ടു ഇവിടെ b² എന്നാണ് പറഞ്ഞത്. അപ്പോൾ b sin തീറ്റ. ഇതാണ് ഇതിന്റെ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് dx എഴുതണം, dy എഴുതണം. സോ dx എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുക, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എടുക്കുക. സോ a കോൺസ്റ്റന്റ്, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, പിന്നെ തീറ്റയുടെ ഡെറിവേറ്റീവ് ഡി തീറ്റ. ഇതുപോലെ dy എന്നത് ഇവിടെ dy ഈക്വൽ ടു b എന്നത് കോൺസ്റ്റന്റ്, സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ കോസ് തീറ്റ, ദെൻ എന്തുകൂടെ എഴുതണം? തീറ്റയുടെ ടേംസും കൂടെ എഴുതണം. തീറ്റയുടെ ഡെറിവേറ്റീവ് ഡി തീറ്റ അതുകൂടെ എഴുതണം. സോ അപ്പോൾ ഡി എക്സിന് പകരവും ഡി വൈക്ക് പകരം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സോ ഏരിയ വിൽ ബി ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു ക്ലോസ് ലൈൻ ഇന്റഗ്രൽ സി. നമ്മുടെ ഇക്വേഷൻ എന്താ? വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്നായിരുന്നു. അവിടെ വൈക്കും ഡി എക്സിനും എക്സിനും ഡി വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് വൈക്ക് പകരം എന്ത് കൊടുക്കണം? മൈനസ് വൈ ഡി എക്സ് ആണ്. അപ്പം മൈനസ് ബി സൈൻ തീറ്റ ഡി എക്സിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് എ സൈൻ തീറ്റ ഡി തീറ്റ പ്ലസ് എക്സിന് പകരം എ കോസ് തീറ്റ, ഡി വൈക്ക് പകരം ബി കോസ് തീറ്റ ഡി തീറ്റ. അപ്പോൾ തൊട്ട് മുകളിൽ കിട്ടിയ വാല്യൂസും എക്സിനും വൈയും കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് തീറ്റ ആയിരുന്നു മൊത്തം അല്ലേ? ദാറ്റ് ഈസ് അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ നമുക്ക് മാറ്റി എഴുതാം അല്ലേ? തീറ്റയുടെ ടേംസിൽ എഴുതാം. തീറ്റ എവിടെയാണ് റേഞ്ച്? തീറ്റയുടെ ടേംസിൽ എഴുതുമ്പോൾ 0 തൊട്ട് 2π വരെയാണ് തീറ്റ ചേഞ്ച് ചെയ്യുന്നത്. സോ 1/2 ഇൻറ്റു 0 to 2π എന്നുള്ള രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π. ബ്രാക്കറ്റിനകത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. എ ഇൻറ്റു ബി, എ ബി ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്. സോ എ ബി സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ പ്ലസ് അടുത്തതിൽ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്. സോ എ ബി കോസ് തീറ്റ, ഇവിടെ ഒരു കോസ് തീറ്റ, അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ, അവിടെയും ഡി തീറ്റ. ഇനി നോക്കി രണ്ടിടത്ത് എ ബി കോമൺ ആണ്. ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റ, ഇവിടെ ഒരു കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. സോ ഞാൻ 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π എ ബി കോമൺ എടുത്തു. എ ബി കോമൺ എടുത്താൽ ബ്രാക്കറ്റിനകത്ത്
സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, എന്നിട്ട് ഈ ഡി തീറ്റ കോമൺ ആയിട്ട് എഴുതി. ഓക്കെ, ദെൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 1 ആണെന്ന് അറിയാം. സോ 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π AB ഇൻറ്റു 1 ഡി തീറ്റ എന്ന് പറയും. AB ഡി തീറ്റ. AB എന്ന് പറയുന്നത് എന്താ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതിനെ ഔട്ട് സൈഡ് എടുക്കാം. AB/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π 1 ഡി തീറ്റ എന്ന് വരും. ഇന്റഗ്രൽ 1 ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, തീറ്റ അല്ലേ. സോ ഔട്ട് സൈഡ് AB/2 ഉണ്ട്, തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് കിട്ടും. എന്നിട്ട് അവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തീറ്റയുടെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് AB/2 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് 2π മൈനസ് 0 എന്ന് എഴുതാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ. സോ AB/2 ഇൻറ്റു 2π, 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി AB πAB എന്ന് ആൻസർ വരും. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് എന്ന് പറഞ്ഞാൽ πAB ആയിരിക്കും. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ y² = 4ax പരാബളയാണെങ്കിലോ, പരാബള y² = 4ax, അതിൻ്റെ പരാബളയുടെ പാരാമെട്രിക് ഫോംസ് എന്തൊക്കെയായിരിക്കും? എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? x = at² കൊടുക്കണം, y = 2at. ഇതാണ് പരാബളയാണെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ പരാബള തിരിച്ചുള്ള പരാബളയാണെങ്കിൽ x² = 4ay ആണെങ്കിലോ ഇതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുക. പരാബള ഓഫ് ദ ഫോം x² = 4ay, ഈ ഒരു ഫോർമാറ്റിലുള്ളതാണെങ്കിലോ എക്സിന് നമ്മൾ കൊടുക്കേണ്ടത് 2at എന്നും വൈക്ക് നമ്മൾ കൊടുക്കേണ്ടത് at². ഓക്കെ, അപ്പോൾ ഏത് ഫോർമാറ്റാന്ന് നോക്കിയിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ സർക്കിളിനെ തൊട്ട് മുമ്പേ നമ്മൾ ചെയ്തു, x² സർക്കിൾ. അതുപോലെ സർക്കിൾ ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തു. സർക്കിൾ x² + y² = r² എന്നുള്ള ഫോമിലാണ്. r റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണെങ്കിൽ അതിന് എക്സിന് r cos θ എന്നും, അവിടെ പോളാർ കോർഡിനേറ്റ് ആണ് കൊടുക്കേണ്ടത്. എക്സിന് r cos θ എന്നും വൈക്ക് r sin θ എന്നും കൊടുക്കണം അല്ലേ. ഇനി എലിപ്സ് ആണെങ്കിലോ, ഇപ്പം നമ്മൾ പറഞ്ഞു എലിപ്സ് ആണെങ്കിൽ എലിപ്സിന്റെ ജനറൽ ഫോർമാറ്റ് എന്താണ്? x²/a² + y²/b² = 1 ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അവിടെ എക്സ് എന്താണ്? എക്സ് എന്നത് a cos θ, y എന്നത് b sin θ, ഇതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആസ്ട്രോയിഡ് ചോദിക്കാം, ഹൈപ്പർബോള ചോദിക്കാം. ഹൈപ്പർബോളയാണെങ്കിലോ, ഹൈപ്പർബോളയ്ക്ക് നമ്മൾ ഏതാ കൊടുക്കണ്ടേ? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താണ്? ഇതെല്ലാം 12th പഠിച്ചതാണ് അല്ലേ. പരാബള, ഹൈപ്പർബോള, എലിപ്സ്, ഇതെല്ലാം സർക്കിൾ, ഇതെല്ലാം ഇതിൻ്റെ ജനറൽ ഫോർമാറ്റുകൾ നമ്മൾ 12th പഠിച്ചതാണ്. ഹൈപ്പർബോള എന്താണ്? ഇവിടെ എലിപ്സിൽ ഒരു മാറ്റം വരിക അല്ലേ, പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. x²/a² മൈനസ് y²/b² = 1 ആയിരിക്കും ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അവിടെ എന്തൊക്കെയായിരിക്കും പാരാമെട്രിക് ഫോമിൽ കൊടുക്കേണ്ടത്? എക്സ് എന്നത് a sec θ ആയിരിക്കും, a sec θ, y എന്നത് b tan θ ആയിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, പാരാമെട്രിക് ഫോംസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ വരാവുന്ന ആസ്ട്രോയിഡ് ഫോമാണ്. ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താ? x⁻² + y⁻²/2/3 = a⁻²/3. ഈ ഫോർമാറ്റിൽ വരുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ എക്സിന് എന്ത് കൊടുക്കണം? x = a cos³ θ എന്ന് കൊടുക്കണം, y എന്നത് a sin³ θ, a sin³ θ. അപ്പം നമ്മുടെ പ്രോബ്ലത്തിൽ പാരാമെട്രിക് ഫോമിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട x, y വാല്യൂസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഇതനുസരിച്ച് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ചെയ്തിട്ട് എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക, അതനുസരിച്ച് dy dθ എഴുതുക. സിമിലർ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അടുത്ത ടോപ്പിക് സർഫസ് ഇന്റഗ്രൽസ് ഓവർ z = g of xy, y = g of xz, x = g of yz. അതായത് നമുക്ക് തരുന്ന സർഫസിന്റെ ഫോർമാറ്റ് ഈ രീതിയിലാണെങ്കിൽ, അതായത് z = g of xy ഫോമിലാണ്, അല്ലെങ്കിൽ y = g of xz ഫോമിലാണ്, അതല്ല x = g of yz ഫോമിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റഗ്രൽ വാല്യൂ കാണുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ സർഫസ് സപ്പോസ് ആദ്യത്തെ കേസ് z = g of xy ഫോമിലാണെങ്കിൽ r എന്ന് പറയുന്നത് ദാറ്റ്സ് എ പ്രൊജക്ഷൻ ഓൺ ദ xy പ്ലെയിൻ,
ജിക്ക് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞത് ആ സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫംഗ്ഷനും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്ന സർഫസ് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ഫോമിലാണെങ്കിൽ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എങ്ങനെയാണ്? എക്സിലും വൈയിലും പിന്നെ ഇസഡിന്റെ പ്ലേസിൽ എക്സിന്റെയും വൈന്റെയും കൂടെ ഒരു മിക്സഡ് ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവുക. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എഴുതുക, ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ എഴുതുക, ദാറ്റ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക, അതിന്റെ സ്ക്വയർ കൊണ്ട് അതിന്റെ സ്ക്വയർ എടുക്കുക. അതുപോലെ ഇസഡിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് 1 ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ 3 ഡിഫറെന്റ് ഇക്വേഷൻസ് ഉണ്ട്. ഓരോ സർഫസും എങ്ങനെയാണ് മാറുന്നതനുസരിച്ച് ആ ഇക്വേഷൻസിലുള്ള മാറ്റം മനസ്സിലാക്കുക. അപ്പൊ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണെങ്കിൽ നമുക്ക് ഈ ഫോർമാറ്റിലായിരിക്കും ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത സർഫസ് എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇസഡ് ഫോമിലാണെങ്കിൽ, അതായത് ഇനി തരുന്ന സർഫസ് വൈ ഈക്വൽ ടു സം ജി ഓഫ് എക്സ് ഇസഡ് എന്നുള്ള ഫോമിലാണെങ്കിൽ, ഓക്കെ, വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇസഡ് ഫോമിലാണെങ്കിൽ നമ്മുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എക്സ് ഇസഡ് പ്ലെയിനിലായിരിക്കും. നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം തന്നെയാണ്. ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്ത് മാറ്റാ വരിക? എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഇസഡ് ഇസഡ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ എടുക്കുന്ന ടൈം എങ്ങനെയാ വരിക നോക്കി, വൈ ഈക്വൽ ടു എന്നുള്ള ഫോമിലാണെങ്കിൽ ആ വൈയെ വേണം ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഡോ വൈ ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ വൈ ബൈ ഡോ ഇസഡ് ഹോൾ സ്ക്വയർ പ്ലസ് 1 ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുക. നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഇസഡ് ഫോമിലാണെങ്കിൽ, നമുക്ക് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഇസഡ് ഫോമിലാണെങ്കിൽ നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എഫ് ഓഫ് ജി ഓഫ് വൈ ഇസഡ് എഴുതി, എക്സിന്റെ പ്ലേസിൽ ജി ഓഫ് വൈ ഇസഡ് കൊടുത്തു, ദെൻ വൈ ഇസഡ്, എന്നിട്ട് സ്ക്വയർ റൂട്ടിനകത്ത് ഏത് ടൈമാണ് കാണേണ്ടത്? ഏതിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണേണ്ടത്? എക്സിനെയാണ്. ഡോ എക്സ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോമാണ് വരിക. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് 3 ഇക്വേഷൻസിലും വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ദ സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് ഇസഡ് ഡി എസ് വെർ സിഗ്മ ഇസ് ദ പാർട്ട് ഓഫ് ദ പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1. തന്നിരിക്കുന്ന പ്ലെയിൻ എന്താ? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1. ദാറ്റ് ലൈസ് ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ്. ഫസ്റ്റ് ഒക്ടന്റിലാണ് ഇത് കിടക്കുന്നത്. പ്ലെയിന്റെ ഇക്വേഷൻ എന്താ? ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഈസ് ഇക്വേഷൻ ഓഫ് ദ ഗിവൺ പ്ലെയിൻ എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ആണ് അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ പ്ലെയിനിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇസഡ് ഈക്വൽ ടു എന്നുള്ള ഫോമിലോട്ട് എഴുതും. ഇസഡ് ഈക്വൽ ടു എന്ന് എഴുതിയാൽ ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, ഈ എക്സിനെ വൈനെ റൈറ്റിലേക്ക് എടുക്കുക, അപ്പൊ മൈനസ് എക്സ് മൈനസ് വൈ കിട്ടും. അപ്പൊ നമ്മുടെ പ്ലെയിനെ നമ്മൾ ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്തു? ഇസഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിൽ എഴുതും. ഓക്കെ, ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻ 3 ഇക്വേഷൻ പറഞ്ഞല്ലോ. ഇസഡ് ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റ് വരുന്ന ഫസ്റ്റ് ഇക്വേഷൻ ഫോമിൽ നോക്കി, ഇസഡ് ഈക്വൽ ടു സം ജി ഓഫ് എക്സ് വൈ ഫോമിൽ നോക്കി, ഇസഡിനെ നമ്മൾ എക്സിന്റെയും വൈന്റെയും കൂടെ ഒരു ഫംഗ്ഷൻ പോലെ എഴുതി. ഓക്കെ, ഇസഡിനെ എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻ പോലെ എഴുതി. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് ഈക്വൽ ടു ഫസ്റ്റത്തെ എന്തായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, നമ്മുടെ ഫോം എങ്ങനെ? എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡിനാണ് നമ്മൾ മാറ്റം കൊടുത്ത് എഴുതിയിരിക്കുന്നത്, അതായത് ജി ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, ഇൻറ്റു സ്ക്വയർ റൂട്ടിനകത്ത് ഏതിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫോം എഴുതേണ്ടത്? ഇസഡിനെ അല്ലെ? ഇസഡ് ഈക്വൽ ടു എന്നുള്ള ഫോമിലാണ് എടുക്കണം. അപ്പൊ ഇവിടെ എഴുതേണ്ടത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ. നമ്മൾ ഇസഡിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ എഴുതിയേക്കുന്നത്. സോ ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. ദെൻ പ്ലസ് 1 കൂടെ ഉണ്ട്, അത് മറന്നു പോയത്. പിന്നെ ഔട്ട് സൈഡിൽ ഡി എഴുതുക. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇതിലെ ഓരോ ടേംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്കിവിടെ ഇസഡ് എന്നുള്ള ഫംഗ്ഷൻ അറിയാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എഴുതണം, ഡോ ഇസഡ് ബൈ ഡോ വൈ എഴുതണം. ഇസഡ് എന്നത് 1 മൈനസ് എക്സ് മൈനസ് വൈ ആണ്. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസഡിന് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ഓരോ ടൈം ബൈ ടൈം ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. 1 എന്നത് കോൺസ്റ്റന്റ് ആണ്. 1നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ അത് 0 ആണ്. അവിടെ എക്സിന്റെ ടൈം കൂടെ ഇല്ല,
അതുകൊണ്ട് ഇതിന് ജസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് മാത്രം കരുതുക. എന്നിട്ട് അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ദെൻ അടുത്ത ടൈം എടുക്കുക -x. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ അവിടെ വരുന്നത് -1 ആണ്. അടുത്ത ടൈം എടുക്കുക -y അല്ലേ. -yയുടെ കൂടെ എക്സിന്റെ ടൈം ഇല്ല, അപ്പൊ ഇതിന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എടുക്കണം. സോ -yയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ 0 തന്നെ ആയിരിക്കും. സോ -0 അല്ലെങ്കിൽ +0 എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പൊ ടോട്ടൽ നമുക്ക് -1 തന്നെ കിട്ടും. ഡോ ഇസഡ് ബൈ ഡോ എക്സിന്റെ വാല്യൂ -1 കിട്ടും. അതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ നോക്കി, നമുക്ക് ഇസഡിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y ആണ് കാണേണ്ടത് അല്ലെ. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് കാണേണ്ടത്. ഓരോ ടൈം ബൈ ടൈം ആയിട്ട് ഇവിടെയും ചെയ്യാം. 1 എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റന്റ് ആണ്, കാരണം അതിന്റെ കൂടെ വൈയുടെ ടൈം ഇല്ല. ഒറ്റ ടൈം ആയിട്ടാണ് 1 എന്നുള്ള ടൈം നിൽക്കുന്നത്, അതിന്റെ കൂടെ y മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടില്ല. സോ 1 എന്നത് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. ദെൻ -x ആവുന്നിരിക്കുന്നത്. x ഈ ടൈമിൽ y ഇല്ല, അപ്പൊ അത് കോൺസ്റ്റന്റ് തന്നെയാണ്, നമുക്ക് 0 ഡെറിവേറ്റീവ് 0 ആയിട്ട് എടുക്കാം. അടുത്ത ടൈമിൽ -y ആ വന്നിരിക്കണേ. വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുത്താൽ അവിടെ -y എന്നുള്ളതുകൊണ്ട് -1. സോ നമ്മുടെ ഡോ ഇസഡ് ബൈ ഡോ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി -1. രണ്ട് ടൈം കിട്ടി. ഈ വാല്യൂസ് നമുക്ക് നമ്മുടെ തൊട്ട് മുകളിൽ പറഞ്ഞ ഇക്വേഷനിൽ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f of x y z ds. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ എഴുതേണ്ടത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സെഡ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ds. ദാറ്റ് ഈസ് ഈക്വലന്റ് ആസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു ഡി സെഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ് എഴുതി, അവിടുത്തെ ഇസഡ് എന്താ? ഇസഡ് ഈക്വൽ ടു 1 - x - y, അത് കൊടുക്കുക 1 - x - y. ഇനി ഡി എസിന് പകരം നമ്മൾ എന്താ എഴുതേണ്ടത്? സ്ക്വയർ റൂട്ടിനകത്ത് എന്താ എഴുതണ്ടേ? സ്ക്വയർ റൂട്ടിനകത്ത് ഈ ടേംസിന്റെ വാല്യൂസ് എഴുതും അല്ലേ. സ്ക്വയർ റൂട്ടിനകത്ത് ഡോ ഇസഡ് ബൈ ഡോ എക്സിന്റെ സ്ക്വയർ, അതായത് -1ന്റെ സ്ക്വയർ പ്ലസ് അടുത്തത് ഡോ ഇസഡ് ബൈ ഡോ വൈയുടെ സ്ക്വയർ, ദാറ്റ് ഈസ് -1ന്റെ സ്ക്വയർ അഗെയിൻ. ദെൻ ഒരു +1 കൊടുക്കണം. ദെൻ ഡി ഔട്ട്സൈഡിൽ ഡി. സോ എക്സ് ഇൻറ്റു 1 - x ഇൻറ്റു എക്സ് ഇൻറ്റു 1 - x - y ഇൻറ്റു ഈ ടൈം വരും. ഇത് ഒന്നുകൂടെ സോൾവ് ചെയ്താൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു 1 - x - y ഇൻറ്റു റൂട്ടിനകത്ത് എന്താ വരിക? ഇവിടെ 1 + 1 2 + 1 3 വരും, √3 വരും. √3 ഇൻറ്റു ഡി എന്ന് വരും. √3 എന്ന് പറഞ്ഞ വാല്യൂ കോൺസ്റ്റന്റ് അല്ലേ, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാമല്ലോ. സോ ഔട്ട് സൈഡ് എടുത്താൽ √3 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഇൻറ്റു 1 - x - y ഇൻറ്റു ഡി എ ഇങ്ങനെ വരും. ശരിയല്ലേ? ഇനി എക്സിനും വൈക്കും ഈ ഡി എക്ക് പകരം നമുക്ക് എന്താ കൊടുക്കാം? dy dx എന്ന് കൊടുക്കാമല്ലോ. ഡി എക്ക് പകരം നമുക്ക് dy dx ഇങ്ങനെ കൊടുക്കാം. dy dx എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫിഗർ വരച്ചാൽ x + y + z എന്ന് പറഞ്ഞ പ്ലെയിൻ ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് r is the projection on the xy plane. xy പ്ലെയിനിലാണ് അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. xy പ്ലെയിനിലാകുമ്പോൾ അവിടെ z വാല്യൂ 0 അല്ലേ. സോ ഇതിനെ നമുക്ക് y = 1 - x എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാമല്ലോ. ഈ പ്ലെയിനെ xy പ്ലെയിൻ എന്നുള്ളതിനെ y = x1 - x എന്നുള്ള ഫോമിൽ അതിന്റെ പ്രൊജക്ഷൻ അവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. y = 1 - x. ഇനി നമ്മുടെ വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് എവിടെ തൊട്ടാ? ഒറിജിൻ 0യിൽ നിന്ന് y ചേഞ്ച് ചെയ്യുന്ന എവിടെ തൊട്ടാ? ലിമിറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന എവിടെ തൊട്ടാ? വൈയുടെ ലിമിറ്റ് ചേഞ്ചസ് ഫ്രം 0 തൊട്ട് ഈ 1 - x വരെ ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട് എക്സിന്റെ വാല്യൂ 1 വരെ ചേഞ്ച് ചെയ്യുന്നു അല്ലേ. വൈയുടെ ലിമിറ്റ് 0 തൊട്ട് y വാല്യൂ 0 തൊട്ട് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് 1 വരെയാണ്, 1 - x വരെയാണ്. അതുപോലെ എക്സ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട് 1 വരെ. സോ ഇതിന്റെ ലിമിറ്റ് വാല്യൂ എങ്ങനെ വരും? ലിമിറ്റ് എന്ന് പറഞ്ഞത് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട് y = 0 തൊട്ട് 1 - x വരെയും എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് x = 0 to x = 1 വരെയാണ്. സോ അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ √3 ഔട്ട് സൈഡ് ഉണ്ട്. ഡബിൾ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ലാസ്റ്റ് സ്റ്റെപ്പിൽ x × 1 - x - y dy dx ആയിരുന്നു. x × 1 - x - y ഇൻറ്റു dy dx. ഓക്കെ, അപ്പോൾ എക്സിന്റെ വൈൻ്റെ ലിമിറ്റ്സ് എഴുതിയാൽ ആദ്യം നമുക്ക് വൈയുടെ ലിമിറ്റ് എഴുതാം. വൈയുടെ ലിമിറ്റ് കൊടുത്താൽ y എന്ന് പറഞ്ഞാൽ 0 to 1 - x. സോ 0 തൊട്ട് 1 - x വരെ. ദെൻ എക്സിന്റെ ലിമിറ്റ് 0 to 1 ആണ്. സോ 0 to 1. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ജസ്റ്റ് ഇവിടെ പ്രോഡക്റ്റ് എടുക്കുക, ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 - x. ഇവിടെ പ്രോഡക്റ്റ് എടുത്താൽ x
എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു മൈനസ് എക്സ് വൈ ഡി വൈ ഡി എക്സ് എന്ന് വരും. ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സിൻ്റെ ഒപ്പം എന്ത് എഴുതണം? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ് തന്നെ, അല്ലെ? ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി വൈ ഫോമാണ് വരുന്നത്. അപ്പോൾ എക്സ് കോൺസ്റ്റന്റ്, അപ്പോൾ ഇൻ്റഗ്രൽ 1 ഡി വൈ എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ ആദ്യത്തെ ടേം. അതുപോലെ തന്നെ അടുത്ത ടേം എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി വൈ എന്നാണ് വരിക. അതായത് എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് അതിനെ അവിടെ നിർത്തി എക്സ് സ്ക്വയർ ഇൻറ്റു 1 ഡി വൈ എന്ന് പറയുമ്പോഴത്തേക്കും വൈ, എക്സ് സ്ക്വയർ ഇൻറ്റു വൈ. അടുത്ത ടൈം എക്സ് ഇൻറ്റു വൈ ഉണ്ട്, ഒരു മൈനസ് എക്സ് ഇൻറ്റു വൈ അവിടെ വന്നിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് കോൺസ്റ്റന്റ് വൈൻ്റെ ഇൻ്റഗ്രൽ നിന്ന് വൈ സ്ക്വയർ ബൈ 2. എന്നിട്ട് ഇതിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അതായത് 0 to 1 മൈനസ് എക്സ് കൊടുക്കുക. ദെൻ ഡി എക്സ് √3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. ഇവിടെ നമ്മൾ ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ശ്രദ്ധിച്ച് ചെയ്യുക, വൈക്കാണ് കൊടുക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് വൈ ആണ് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞത്. ഇവിടെ കൊടുക്കേണ്ടത് വൈക്കാണ് കൊടുക്കേണ്ടത്. സോ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് എക്സ് ബൈ 2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്തത്. ദെൻ മൈനസ്, ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് എവിടെയൊക്കെ കൊടുക്കണ്ടേ? വൈയുടെ പ്ലേസിലൊക്കെ കൊടുക്കണം. 0. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 0 എക്സ് സ്ക്വയർ ഇൻറ്റു 0 അഗെയിൻ 0. ദെൻ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2. ഇവിടെ വൈക്ക് 0 കൊടുത്താൽ അതും 0 ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയർ വരും. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് ക്യൂബ് വരും. ഇവിടെ പ്രോഡക്റ്റ് എടുത്താൽ മൈനസ് എക്സ് ബൈ 2 വരും. ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ, സോറി ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എടുത്താൽ എക്സ് ക്യൂബ് വരും. ഇവിടെ നോക്കാം, ഇവിടെ മൈനസ് എക്സ് ബൈ 2 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിന്. അപ്പോൾ 1 മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും ഇവിടെ. ദെൻ ഇവിടെ മൊത്തം 0 ആയിപ്പോയി ഡി എക്സ്. സോ ഒന്നുകൂടെ സോൾവ് ചെയ്താൽ ഇൻ്റഗ്രൽ √3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. ഇവിടെ പ്രോഡക്റ്റ് ചെയ്താൽ മൈനസ് എക്സ് ബൈ 2. ഇത് പ്ലസ് 2 ക്യാൻസൽ ചെയ്തിട്ട് പ്ലസ് എക്സ് സ്ക്വയർ വരും. ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. സോ മൈനസ് എക്സ് ക്യൂബ് ബൈ 2 വരും. ഓക്കെ, ഡി എക്സ്. ഒന്നുകൂടെ സോൾവ് ചെയ്യാമല്ലോ. ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. അതോടെ ചെയ്താലോ, സോൾവ് ചെയ്താൽ നമുക്ക് √3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സിൻ്റെ ടേം അങ്ങനെ തന്നെ 2x സ്ക്വയർ ഉണ്ട്, ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ, ഒരു എക്സ് ക്യൂബ് ഉണ്ട്, മൈനസ് ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എക്സ് ക്യൂബ് ആയിട്ടുണ്ട്. അപ്പോൾ എൽ സി എടുത്തു കഴിഞ്ഞാൽ 2x ക്യൂബ് മൈനസ് എക്സ് ക്യൂബ്, ദാറ്റ് ഈസ് എക്സ് ക്യൂബ് എന്ന് വരും. എക്സ് ക്യൂബ് ബൈ 2 എന്ന് എഴുതാം അതിന്. എക്സ് ക്യൂബ് ബൈ 2. പിന്നെ വരുന്ന ടൈം ഏതാണ്? എക്സ് ബൈ 2 ഉണ്ടായിരുന്നു. എക്സ് ഉണ്ട്, ഒരു എക്സ് മൈനസ് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇതൊരു എക്സ് മൈനസ് 2 ഉണ്ട്. അതിനെ നമുക്ക് 2x മൈനസ് എക്സ്, അതായത് എക്സ് ബൈ 2 തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് ബൈ 2 എന്ന് വരും. സോ ഇത്രയും ടൈംസ് ആയിരിക്കും കിട്ടുക. ഒന്ന് അറേഞ്ച് ചെയ്തെഴുതി നോക്കുക. സോ ഈ ടൈം കിട്ടും. സോ √3 ഇൻറ്റു, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടൈം ബൈ ടൈം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ബൈ 2 കോൺസ്റ്റൻ്റ് ആണ് 1/2. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. ദെൻ മൈനസ് എക്സ് സ്ക്വയറിൻ്റെത് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 4/4. ഓൾറെഡി ഒരു 2 ഉണ്ട് അവിടെ. ഓക്കെ, ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒന്നുകൂടെ സോൾവ് ചെയ്താൽ √3 ഇൻറ്റു ഇത് എക്സ് സ്ക്വയർ ബൈ 4 വരും, ഇത് എക്സ് ക്യൂബ് ബൈ 3 വരും, ഇത് എക്സ് റേസ് ടു 4/8 വരും. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. √3 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ ആദ്യം 1/4 മൈനസ് 1/3 പ്ലസ് 1/8. 1 കൊടുത്താൽ ഇത്ര ടൈം വരും. ദെൻ 0 കൊടുത്താൽ എല്ലാ ടൈമും 0 ആണ്. എല്ലാ ടൈമിലും എക്സ് ഉണ്ട്, അതുകൊണ്ട് എല്ലാ ടൈമിലും കോമൺ ആയിട്ട് ഞാൻ 0 എന്ന് എഴുതി. ഓക്കെ, 0 ദാറ്റ് ഈസ് √3 ഇൻറ്റു ഇത് എൽസി എടുക്കുക.
4, 3, 8. എൻ്റെ LCM എന്ന് പറഞ്ഞാൽ എത്ര വരും? 3, 8ൻ്റെ LCM 24 വരും. 10. ഇവിടെ 6, ഇവിടെ 8, ഇവിടെ 3. That is root 3 by 24 into ബ്രാക്കറ്റിനകത്ത് 6 minus 8, that is -2. -2 plus 3 എന്ന് പറയുമ്പോഴത്തേക്കും 1. So 1 വരും. That is root 3 by 24 ആയിരിക്കും ആൻസർ വരും. root 3 by 24 ആയിരിക്കും ഇവിടുത്തെ ഏരിയ. അത്രയും സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ആണ്. ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിൻ നോക്കിയിട്ട്, പ്ലെയിനിൽ ഇപ്പോൾ x + y + z എന്നുള്ള ഫോമുല തന്നിരിക്കുന്നത് ദാറ്റ് ലൈസ് ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ x + y + z നമ്മൾ z = 1 - x - y എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതി എന്നിട്ട് സോൾവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ആണെങ്കിലോ, ഇവാലുവേറ്റ് ദ സർഫസ് ഇൻ്റഗ്രൽ ∬ y² z² ds. Sigma is the part of the cone z = √x² + y² that lies between the planes z = 1 and z = 2. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലെയിൻ z = എന്ന് തന്നിട്ടുണ്ട്, അല്ലെ, കോൺ തന്നിട്ടുണ്ട്. സിഗ്മ ഇസ് എ പാർട്ട് ഓഫ് ദ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ z എന്ന് നേരിട്ട് തന്നേക്കുവാണ്. z എന്ന് പറഞ്ഞാൽ എന്താണ്? √x² + y² എന്ന ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞ സർഫസ് ഇൻ്റഗ്രലിൽ നിന്ന് നമുക്ക് f(x, y, z) ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് f(x, y, z) എന്ന് പറഞ്ഞാൽ എന്താണ്? y² z² ആണെന്ന് നമുക്കറിയാം, അല്ലേ. ഇനി നമുക്ക് നേരിട്ട് ഇതേപോലെ ചെയ്യാം. ∂z/∂x എടുക്കാം, ∂z/∂x എഴുതുക, ∂z/∂y കണ്ടുപിടിക്കാം. ∂z/∂x പറഞ്ഞു √x² + y² ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് z = √x എന്നുള്ള ഫോമിലാണെങ്കിൽ dz/dx എന്ന് പറഞ്ഞാൽ എന്താ? y = √x ഫോം ആയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, y = √x ആണെങ്കിൽ അതിൻ്റെ dy/dx എന്ന് പറഞ്ഞാൽ എന്താ? 1/2 √x ആണ്, അല്ലേ, 1/2 √x. അതുപോലെ ഇവിടെ z = √x എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 1/2 √x പ്ലേസിൽ ഇവിടെ ആരാ? x² + y² ആണ്. ഒപ്പം √x² + y² ഡെറിവേറ്റീവ് കൂടെ, അകത്തെ വാല്യൂന്റെ ഡെറിവേറ്റീവ് കൂടെ എഴുതണം. അകത്ത് ആരൊക്കെയാണ് ഉള്ളത്? x² ഉണ്ട്, y² ഉണ്ട്. അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓരോ ടൈം ബൈ ടൈം ആയിട്ട് നോക്കാം. x² പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്നുള്ളത് 2x ആണ്, അല്ലേ, 2x ആണ്. അടുത്തത് y² ടൈം എടുക്കുക. y² പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്നുള്ളത് 0 ആണ്. അപ്പോൾ 2x + 0 എന്ന് വരും. ഞാൻ അതിനെ 2x/2 × √x² + y² എന്ന് എഴുതി. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കോമൺ ആണ്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ∂z/∂x ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സിമിലർലി ∂z/∂y എങ്ങനെ കാണാം? ∂z/∂y എന്ന് പറയുമ്പോൾ ഈ √x² + y² വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക. സെയിം ഇക്വേഷൻ, √x ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. ഇവിടെ √x പ്ലേസിൽ √x² + y² എന്നാണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? √x പ്ലേസിൽ x² + y² ആണ്. അതിനെ തന്നെ താഴത്തോട്ട് ഇറക്കി എഴുതുക. 1/2 റൂട്ടിനകത്ത് ആരാണോ അത് തന്നെ എഴുതുക. 1/2 √x² + y². പിന്നെ എന്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റൂട്ടിനകത്ത് ആരാണോ അവരുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വേണം എഴുതാൻ. ഓക്കെ, ഇപ്പോൾ ടൈം ബൈ ടൈം ആയിട്ട് നോക്കാം. ആദ്യം x² ആണ്. x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറഞ്ഞത് 0 ആണ്, കാരണം x കോൺസ്റ്റന്റ് ആണ് അവിടെ. അപ്പോൾ 0 കൊടുത്തു. ദെൻ പ്ലസ് y² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് 2y ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇത് 2y/2 × √x² + y² എന്നാണ് വരിക. ഇവിടെ 2 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് y/√x² + y² എന്ന് വരും. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ∂z/∂x കാണും, ∂z/∂y കാണും, ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇവിടെ ചെയ്താൽ മതി ഡെറിവേറ്റീവ് കാണാൻ. ഓക്കെ, അപ്പോൾ ∂z/∂x ∂z/∂y കിട്ടി. നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ∬ f(x, y, z, ds) എന്ന് പറഞ്ഞത് എന്താണ്? ∬R. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ∬R f(x, y, z). z എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെ എഴുതിയാണ്? z = എന്നുള്ള ഫോമിൽ എഴുതിയില്ലേ? g(x, y) ഫോമാണ്. g(x, y) ആണ്.
then into square root of dou z by dou x whole square plus dou z by dou y whole square plus 1 into dA. ഈ ഫോമിലാണ് വരിക. എന്നിട്ട് ജസ്റ്റ് വാല്യൂസ് കൊടുക്കുക. റൂട്ടിനകത്ത് ടൈം കണ്ടുപിടിക്കാമല്ലോ. ഡോ ഇസെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഹോൾ സ്ക്വയർ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് മുകളിൽ നിന്ന് കിട്ടും. ഡോ ഇസെഡ് ബൈ നോക്കി ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? തൊട്ട് മുകളിൽ നമ്മൾ കിട്ടി. അതായത് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ആദ്യത്തെ ടൈം. ദെൻ വൈ ബൈ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് രണ്ടാമത്തെ ടൈം. സോ അത് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ വരുമ്പോൾ എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് ഇവിടെ എക്സ് ആണ് കൊടുക്കണം. അടുത്ത ടൈം വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കാം. ഓക്കെ, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയിട്ട് വരില്ലേ? അപ്പോൾ റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോയി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാകും ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ വൈ സ്ക്വയർ. ഓക്കെ, രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് പോയി നമുക്ക് 1 കിട്ടും. ഓക്കെ, അപ്പോൾ റൂട്ടിനകത്ത് ഓൾറെഡി ഒരു 1 കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ആർ എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോം എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ എന്നായിരുന്നു. ഞാൻ ആ ഇസഡ് സ്ക്വയറിന് പകരം ഇസഡ് നമുക്ക് തന്നിട്ടുണ്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്. ആ ഇസഡിന് പകരം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് റൂട്ടിനകത്തുള്ള വാല്യൂ ഇവിടെ 1 കിട്ടിയത്. ഓക്കെ, ഈ ഇത്രയും പോർഷൻ 1 കിട്ടിയത്. അപ്പോൾ റൂട്ടിനകത്ത് 1 പ്ലസ് അടുത്ത് ആഡ് ചെയ്യാനുണ്ടായിരുന്നൊരു 1 ഉണ്ട്. ദെൻ ഡി എ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഇവിടെ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ആണ്, റൂട്ട് 2 ആണ്. അപ്പോൾ ഞാൻ ഔട്ട് സൈഡ് റൂട്ട് 2 എടുത്തു. ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ട് പൊക്കോളും. റൂട്ട് പോയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെൻ ഡി എ വരും. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് റൂട്ട് 2 ഇൻറ്റു വൈ സ്ക്വയർ ഡബിൾ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എന്ന് കിട്ടി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് സർഫസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻഡ് ഓൾസോ നമ്മുടെ ഇസഡിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺ. ഈ കോണിൻ്റെ ഒരു പാർട്ടാണെന്ന് പറഞ്ഞത്. ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ഇസഡ് ഈക്വൽ ടു 1 ഇസഡ് ഈക്വൽ ടു 2. ഈ രണ്ട് പ്ലെയിനിലും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഈ കോണിൻ്റെ പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസഡ് ഈക്വൽ ടു 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് അതിൽ നിന്ന് 1 എഴുതാം. അതുപോലെ ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് വരും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു അതിൻ്റെ സ്ക്വയർ എടുത്താൽ 4 വരും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതിൻ്റെയും അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്നതിൻ്റെ ആ പ്ലെയിനിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന പോർഷനാണ് നമുക്ക് എടുക്കേണ്ട വാല്യൂ. നമുക്ക് എടുക്കേണ്ട എൻക്ലോസ്ഡ് ഏരിയ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത്. സോ ആർ ലൈസ് ഇൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആർ ഈസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ x square plus y square equal to 1 and x square plus y square equal to 4. So അത് സർക്കുലർ പോർഷൻ ആയിട്ടായിരിക്കും വരിക. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഇത് രണ്ടും സർക്കിൾസ് ആണ് അല്ലേ? റേഡിയസ് 1 ഉള്ള ഒരു സർക്കിളും റേഡിയസ് 2 ഉള്ള ഒരു സർക്കിളാണ്. ആ ഇൻ ബിറ്റ്വീൻ ആ രണ്ട് സർക്കിൾസിന് ഇൻ ബിറ്റ്വീൻ വരുന്ന പോർഷനാണ് നമ്മുടെ ആർ എന്ന് പറഞ്ഞ പോർഷൻ വരിക. സോ നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ. അതെങ്ങനെ വരും? വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ അല്ലെ? വൈ സ്ക്വയർ നമ്മൾ മാറ്റി എഴുതി. വൈ സ്ക്വയർ ഇസഡ് സ്ക്വയറിന് പകരം വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് മാറ്റി എഴുതി അല്ലേ? റൂട്ട് 2 ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എ. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. ഇവിടെ ആർ എന്നുള്ള റീജിയൻ എന്താണ് വരിക? ആർ എന്നുള്ള റീജിയൻ. ഇവിടുത്തെ ആർ എന്നുള്ള റീജിയൻ എന്താണെന്ന് പറഞ്ഞത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിനും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന ആ രണ്ടാമത്തെ സർക്കിളിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന പോർഷനാണ് ആർ. അപ്പോൾ നമുക്കിത് സർക്കുലർ പോർഷൻ ആയാലും നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണം എക്സിനെ വൈനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. എക്സ് എന്നത് ആർ കോസ് തീറ്റയും വൈ എന്നത് ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഡി എ വിൽ ബി
നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആർ ഡി ആർ ഡി തീറ്റ ഇങ്ങനെ കൊടുക്കണം. ആർ ഡി ആർ ഡി തീറ്റ കൊടുക്കണം. സോ √2 ഔട്ട്സൈഡ് ഉണ്ട്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ വൈക്ക് പകരം എന്ത് കൊടുക്കാം? ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ദെൻ ബ്രാക്കറ്റിനകത്ത് എക്സിന് പകരം ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈന് പകരം ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഡി എക്ക് പകരം ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, സർക്കുലർ ആയ കാരണം ഡി എക്ക് പകരം വെറുതെ ഡി എക്സ് ഡി വൈ ആണ് നമ്മൾ എന്താണ് കാർട്ടീഷ്യൻ ഫോമിൽ പറയണത്. പോളാർ കോർഡിനേറ്റിൽ പറയുമ്പോൾ ഡി എക്ക് പകരം ആർ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി തീറ്റ കൊടുക്കണം. അത് ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ വാല്യൂ കൊടുത്താൽ √2 ഇൻറ്റു ഇനി ഇതിൻ്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ലിമിറ്റ് നോക്കിയാൽ നമ്മൾ പറഞ്ഞു സർക്കുലർ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് റേഡിയസ് 1ഉം റേഡിയസ് 2നും ഇടയില്ല. ഈ 4 എന്നുള്ളതിന് നമുക്ക് 2 സ്ക്വയർ എഴുതാമല്ലോ. ഇതിൻ്റെ റേഡിയസ് 2 ആയിരിക്കും. അപ്പോൾ റേഡിയസ് 1നും റേഡിയസ് 2നും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന പോർഷനാണെന്ന് പറഞ്ഞു. സോ ഡബിൾ ഇൻ്റഗ്രൽ റേഞ്ച് എങ്ങനെ വരണം? ആറിൻ്റെ റേഞ്ച് പോകുന്നത് 0 തൊട്ട് റേഡിയസ് 2 ആണ്. സോ ഇൻ്റഗ്രൽ 0 to 2 വരും. ഇൻ്റഗ്രൽ 1 to 2 വരും അല്ലേ? r = 1 തൊട്ടാണ്. അപ്പോൾ r = 1 to 2 വരും. ദെൻ അതുപോലെ തീറ്റ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? തീറ്റ ചേഞ്ച് ചെയ്യുന്നത് 0 to 2π ആയിരിക്കും. 0 to 2π. ഓക്കെ, സർക്കുലർ പോർഷനാണ്. ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് 0 to 2π അല്ലേ? സോ വാല്യൂസ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇവിടെ നിന്ന് ഒരു ആർ സ്ക്വയറിൻ്റെ ടൈം ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര വരും? ഇവിടെ നിന്ന് ഒരു 2 ഔട്ട്സൈഡ് പോകും. അപ്പോൾ ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ടായിരുന്നു, വീണ്ടും ഒരു ആർ സ്ക്വയർ വരും. അപ്പോൾ r⁴ ആയി. ഇവിടെ ഒരു ആർ ഉണ്ട്, അപ്പോൾ r⁵ ആയി. ഓക്കെ, r⁵ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഇവിടെ ആർ സ്ക്വയർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കോസ് സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും മാത്രമാവും. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ റിസൾട്ട് ഉണ്ട്. അത് 1 എന്നുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് 1 വരും. ആർ ഇപ്പുറത്തോട്ട് കൊടുത്തു നമ്മൾ. പിന്നെ ഡി ആർ ഡി തീറ്റ. ഓക്കെ, ഇനി നോക്കാം. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇനി വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് √2 ഇൻറ്റു ഇനി വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. √2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π r⁵ സൈൻ സ്ക്വയർ തീറ്റ ഡി ആർ ഡി തീറ്റ. അപ്പോൾ ആറിൻ്റെ ടൈമിനെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സൈൻ സ്ക്വയർ തീറ്റ ടൈം അവിടെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. സോ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു r⁵ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ r⁶/6. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്തായിരുന്നു? 2, ലോവർ ലിമിറ്റ് 1 ആണ്. ഡി തീറ്റ ദാറ്റ് ഈസ് √2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കാം 2�6/6. ഈ 6നെ വേണേൽ നമുക്ക് ഔട്ട്സൈഡിലേക്ക് എടുക്കാം. √2/6 എഴുതാം. 2�6 മൈനസ് 1�6. ഓക്കെ, ഡി തീറ്റ ദാറ്റ് ഈസ് ഓക്കെ. ഇത് സോൾവ് ചെയ്താൽ √2/6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 2�6. 2�6ൻ്റെ വാല്യൂ 64. 64 മൈനസ് 1 ഡി തീറ്റ എന്ന് വരും. 64 മൈനസ് 1 63. സോ 63 ഔട്ട്സൈഡ് എടുക്കാം. 63/6 ഇൻറ്റു √2 ഇൻറ്റു 0 to 2π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും. ഓക്കെ ഓക്കെ, ഇതിന് ഒന്നുകൂടെ ഷോർട്ട് ആക്കിയാൽ 63 നമ്മൾ 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ 21 വരില്ലേ? 21 വരും. ദാറ്റ് ഈസ് 21/2 √2 എന്ന് വരും. 21/2 ഇൻറ്റു √2 എന്ന് വരും. ദെൻ ഇൻ്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. സൈൻ സ്ക്വയർ തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മളിവിടെ 1 മൈനസ് കോസ് 2θ/2 ഈ റിസൾട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π 1 മൈനസ് കോസ് 2θ/2 ഡി തീറ്റ എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് 21√2/2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ആദ്യത്തെ ടൈം 1/2 ഇൻറ്റു ഡി തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് 1/2 തീറ്റ. ദെൻ മൈനസ് ഓൾറെഡി ഒരു 1/2 ഉണ്ട്. കോസ് 2θയുടെ ഇൻ്റഗ്രൽ സൈൻ 2θ. അപ്പോൾ കോസ് 2θയുടെ ഇൻ്റഗ്രൽ നിന്ന് സൈൻ 2θ 2θയുടെ ഡെറിവേറ്റീവ് കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to 2π. ഇനി സോൾവ് ചെയ്താൽ ഇവിടെ രണ്ടിടത്തുന്നുണ്ട് 1/2 ഔട്ട്സൈഡ് ഉണ്ട്. ഞാൻ 1/2 ഔട്ട്സൈഡേക്ക് എടുത്തു. ദറ്റ് ഈസ്
21√2/2 എടുത്തു. പിന്നെ ഒരു 2 ഔട്ട് സൈഡ് വന്നു. ബാക്കി അവിടെ ഒരു തീറ്റ ഉണ്ട്. ദെൻ മൈനസ് രണ്ടാമത്തെ ടൈമിൽ ഒരു 2 അങ്ങോട്ട് പോയി. പിന്നെ വരുന്ന ഒരു 2 ഉണ്ട്. sin 2θ/2 ഉണ്ട്. sin 2θ/2 0 to 2π കൊടുക്കാം. ദാറ്റ് ഈസ് ഇത് 21/4√2 വരും. ബ്രാക്കറ്റിനകത്ത് അപ്പർ ലിമിറ്റ് കൊടുത്താൽ അപ്പർ ലിമിറ്റ് 2π ആദ്യം കൊടുത്താൽ 2π മൈനസ് തീറ്റയുടെ പ്ലേസിലൊക്കെ 2π കൊടുക്കാം. അപ്പോൾ sin 2 ഓൾറെഡി അവിടെ ഉണ്ട്. തീറ്റയ്ക്ക് പകരം 2π കൊടുത്തു. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. അത് ശ്രദ്ധിക്കുക. sin 2θ/2 നോക്കിയേ. sin 2θ ഹോൾ ഡിവൈഡ് ബൈ 2 എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് ശ്രദ്ധിച്ചിട്ട് വേണം ബൈ 2 എഴുതാൻ. ദെൻ അപ്പോൾ അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുത്തു. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. തീറ്റയുടെ പ്ലേസിൽ 0 കൊടുത്തു. ദെൻ മൈനസ് സൈൻ തീറ്റയുടെ പ്ലേസിൽ 0 കൊടുത്താൽ sin 0/2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 21/4√2 ഇൻറ്റു ഇവിടെ ഒരു 2π ഉണ്ട്. sin 4π എന്ന് വരും. sin nπ ഉള്ള 0 ആണ്. അപ്പോൾ ഇത് 0 വന്നു. അടുത്ത ടൈമിൽ ഇത് 0. പിന്നെ sin 0യുടെ വാല്യൂ 0 ആണ്. സോ ഇവിടെ മൊത്തം 0 ആയി. സോ നമുക്ക് ആൻസർ എന്ത് വരും? ഇവിടെ 2π മാത്രമായിട്ട്. ഓക്കെ, വീണ്ടും ഒരു 2ഉം 4ഉം നമ്മൾ ക്യാൻസൽ ചെയ്ത് 21/2√2π നേടും. ഈ √2ന്റെ വേണേൽ കളയണമെങ്കിൽ ഡിനോമിനേറ്ററിൽ √2 × √2 എന്ന് എഴുതാം. എന്നിട്ട് √2 ക്യാൻസൽ ചെയ്തിട്ട് 21/√2π എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡൈവേർജന്റ് തിയറം എന്താണെന്ന് പറയാം. അപ്പോൾ ഡൈവേർജന്റ് എന്താണെന്ന് നമ്മൾ ഒരു വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജന്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചത് അല്ലേ. f(x,y,z) എന്ന് പറഞ്ഞത് f(x,y,z) ആയി i cap, then g(x,y,z) j cap plus h(x,y,z) k cap. ഈ രീതിയിലാണെങ്കിൽ അതിന്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് div f equal to dou f by dou x plus dou g by dou y plus dou h by dou z ആണെന്നറിയാം അല്ലേ. ഓരോ കമ്പോണന്റ് വൈസ് നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. അതുപോലെ തന്നെ ഈ കമ്പോണന്റിനെ പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യും. ഈ കമ്പോണന്റിനെ പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യും. ഓക്കെ, അതാണ് ഡൈവേർജന്റ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഡൈവേർജന്റ് തിയറം പറയുന്നത് ലെറ്റ് G be a solid surface sigma is oriented outward if f of xyz equal to f of xyz I cap plus g of xyz j cap plus h of xyz k cap, where f, g, h have continuous first partial derivatives on some open set containing G, and if n is the outward unit normal on sigma, then double integral over sigma f dot n ds equal to triple integral over G div of f dv. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ട്രിപ്പിൾ ഇൻ്റഗ്രൽ ജി ഡൈവ് എഫ് ഡി വി ഉപയോഗിച്ചിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് എ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് അക്രോസ് എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓഫ് ദ ഡൈവേർജൻസ് ഓവർ ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഔട്ട്വേർഡ് ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡൈവേർജൻസിന്റെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ദ വെക്ടർ ഫീൽഡ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ സർഫസ് ആയിരിക്കും. സോ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡൈവ് ഓഫ് എഫ്. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഡൈവേർജൻസ് തിയറം ടു ഫൈൻഡ് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദ വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഇസഡ് കെ across the sphere x square plus y square plus z square is equal to a square. അപ്പോൾ ഔട്ട്വേർഡ് ഫ്ലക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡൈവേർജന്റ് ഓഫ് എഫ് ഡി വി. ഇതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞാൽ അതായത് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് എഫിനെ ട്രിപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡൈവേർജന്റ് ഓഫ് എഫ് ഡി വി എന്ന് വരും. ഓക്കെ, അതിൽ ആദ്യം ഡൈവേർജന്റ് എഫ് കാണാം. എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഇസഡ് കെ ആണ്. ഇസഡ് കെ ക്യാപ്പ് ആണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് ഇസഡ് കെ ക്യാപ്പ് ആണ്. ഡൈവേർജന്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളിപ്പോൾ പറഞ്ഞ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ്.
ഡോ എച്ച് ബൈ ഡോ ഇസഡ്. എഫ് ജി എച്ച് ആണ് അതിൻ്റെ ഓരോ ഇതെങ്കിൽ കമ്പോണൻസിങ്കിൽ. എക്സ് വൈ സെഡ് എന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ ക്യാപ്, ജി ഓഫ് എക്സ് വൈ സെഡ് ജെ ക്യാപ്, എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ ക്യാപ് ആണെങ്കിൽ ഡൈവേർജന്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇതാണ്. ഓരോ കമ്പോണന്റിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഈ കമ്പോണന്റിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, ഈ കമ്പോണന്റിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുക. സോ അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് എന്ന് വരും. സോ അതിൻ്റെ വാല്യൂ എന്താ വരിക? ഇസഡ് കമ്പോണന്റ് മാത്രമേ നമുക്ക് വരുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുത്തെ എച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് എക്സ് വൈ സെഡിനകത്ത് ഇങ്ങനെ ഇക്വേഷൻ പറഞ്ഞെങ്കിൽ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് വൈ സെഡ് പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഐ ക്യാപ്പ് പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ ക്യാപ്പ് പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ ക്യാപ്പ്. ഇങ്ങനെ ആയിരിക്കണം ഇക്വേഷൻ. അതിൽ ഓരോ കമ്പോണന്റിനെ, ആദ്യത്തെ കമ്പോണന്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഈ കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, ഈ കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുക. അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് ഇസഡ് കമ്പോണന്റ്, ഇസഡ് കെ ക്യാപ്പിന്റെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടേം മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അതായത് ഡോ ഇസഡ് ബൈ ഈ വാല്യൂനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണോ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് വൈ സെഡ് എന്നാണ്, കെയുടെ കമ്പോണന്റ്, കെയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ ആരെയാണോ അതിനെയാണ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണേണ്ടത്. ഇവിടെ കെയുടെ കമ്പോണന്റ് ആയിട്ട് വന്നെങ്കിൽ ഇസഡ് ആണ്. സോ ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 1 ആയിരിക്കും ഡൈവേർജന്റ് എഫ്. സോ നമ്മുടെ ഫസ്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്, അതായത് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി, ഡൈവേർജന്റ് ഓഫ് എഫിന്റെ വാല്യൂ 1 ആയിട്ട്, സോ 1 ഡി വി എന്ന് വരും. അതായത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി വി എന്ന് പറഞ്ഞ മീനിങ് എന്താ? ജി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ജി ഇസ് ദ സ്പിയർ അല്ലേ. ജി എന്ന് പറഞ്ഞാൽ സ്പിയർ ആണ്. അവിടുത്തെ വെക്ടർ ഫീൽഡ് അക്രോസ് ദ സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാണ്. അതായത് അതിന്റെ വോളിയം ആണ് ഉദ്ദേശിക്കുന്നത്. ആ സ്പിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 4/3 വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് എ ആണ്. സോ 4/3 പൈ എ ക്യൂബ് എന്ന് വരും. ഇവിടെ 4/3 പൈ എ ക്യൂബ്. സോ ഇത് വോളിയം ആണ് കിട്ടുക. സോ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി 1 ഡി വി എന്ന് പറയുന്നത് ആക്ച്വലി ഈ സ്പിയറിന്റെ വോളിയം തന്നെയായിട്ടാണ് വരിക. ദാറ്റ് ഇസ് 4/3 പൈ എ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്വേർഡ് ഫ്ലക്സ് കാണാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടാൽ ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് ഔട്ട്വേർഡ് ഫ്ലക്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഡൈവേർജന്റ് എഫിനെ ട്രിപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് സ്റ്റോക്സ് തിയറാണ്. സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞാൽ കേളിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന ഒരു തിയറാണ്. നമ്മൾ കേൾ എന്താണെന്ന് പഠിച്ചായിരുന്നല്ലോ. ഒരു വെക്ടർ ഫീൽഡിന്റെ കേൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞതൊരു വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ ക്യാപ് പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ ക്യാപ് പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ ക്യാപ് ആണെങ്കിൽ കേൾ എഫ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എഫ് ജി എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് തിയറം പറയുന്നത്. തിയറം എന്താണെന്ന് നോക്കാം. സ്റ്റോക്സ് തിയറം പറയുന്നത് let sigma be a piecewise smooth oriented surface that is bounded by simple closed piecewise smooth curve C with positive orientation. If the components of the vector field f of x y z equal to f of x y z I cap plus g of x y z j cap plus h of x y z k cap are continuous and have continuous first partial derivatives on some open set containing sigma, and if T is the unit tangent vector to C, then integral over C f dot T ds equal to double integral over sigma curl f dot n ds. അതായത് സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ട് വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ഡൺ കാണാൻ പറ്റും? integral over C f dot dr equal to double integral over sigma curl f dot n ds ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്, അതായത് വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ആണ് ബൈ യൂസിങ് സ്റ്റോക്സ് തിയറം. ഇവിടെ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ ക്യാപ്പ് ഇസ് ദ യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫസ് ആണ്. യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫസ്, നോർമൽ ടു ദ സർഫസ്. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ നോർമൽ ടു ദ സർഫസ്. എൻ ക്യാപ്പ് കണ്ടുപിടിക്കാൻ എന്താ? രണ്ട് കേസ്. അത് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ ക്യാപ് മൈനസ് കെ ആയിരിക്കും ഒരു കേസ്. അതായത് സി അസൈൻഡ് ഇൻ ദ ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ ഇതായിരിക്കും ഇക്വേഷൻ.
ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ, എൻ ക്യാപ്പ് കാണാനുള്ള ഇക്വേഷൻ. ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഇത് ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആണെങ്കിൽ എൻ ക്യാപ്പ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അതേസമയം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിലോ, കൗണ്ടർ ക്ലോക്ക് വൈസ് ഓർ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ then n cap equal to, n cap എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ ക്യാപ് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ ക്യാപ്. ഇവിടെ വീണ്ടും നെഗറ്റീവ് മാറി പോസിറ്റീവ് ആവും, കെ ക്യാപ്. അപ്പോൾ നേരെ നെഗറ്റീവ് ഡയറക്ഷൻ കൊടുത്താൽ മതി. എൻ ക്യാപ്പ് ആദ്യം ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് മൈനസ് കെ ക്യാപ്പ് ആണ് ക്ലോക്ക് വൈസും അല്ലെങ്കിൽ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആണെങ്കിൽ യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷൻ. ഇനി അത് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന്റെ നേരെ നെഗറ്റീവ് എടുക്കുക. മൊത്തത്തിൽ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് നെഗറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ഓൾറെഡി ആയിരുന്നു, അത് പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എൻ ക്യാപ്പ് കണ്ടുപിടിക്കാം. ഇനി സർഫസ് മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ സർഫസ് എങ്ങനെ എടുക്കും, ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള രീതിയിൽ എടുക്കും. അപ്പോൾ എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽ ഫൈ ബൈ മോഡുലസ് ഓഫ് ഡെൽ ഫൈ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, എൻ ക്യാപ്പ് എന്നുള്ളത് ഡെൽ ഫൈ ബൈ മോഡുലസ് ഓഫ് ഡെൽ ഫൈ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.